നമസ്കാരം, ലേഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജു അജയ്കുമാർ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, സ്പൈസി ബ്രിഞ്ചോൾ മസാല. ഈ ഡിഷിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രിഞ്ചോളാണ്. 4 കീറിയ ഈ ബ്രിഞ്ചോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മസാലക്കൂട്ടിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ആ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പുളിവെള്ളം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യും. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബ്രിഞ്ചോൾ ഓരോന്നും ഈ മസാലയിൽ മുക്കി എടുക്കുക. ഇത് ഈ തണ്ടോടുകൂടി തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ബ്രിഞ്ചോളിനുള്ളിലേക്ക് ഈ മസാല നന്നായിട്ട് ഇറങ്ങണം. ബ്രിഞ്ചോൾ മസാലയ്ക്ക് കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാല ഈ ഫ്രൈ പാനിൽ റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് 2 സ്പൂൺ, 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി കളർ മാറി വരുമ്പോൾ വളരെ ചെറുതായി കൊത്തി അരിഞ്ഞ് ഉള്ളി കുറച്ചധികം വേണം. പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. ബ്രിഞ്ചോൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം. ബ്രിഞ്ചോൾ മുക്കി പൊരിച്ച മസാല കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്കിവിടെ ഉപയോഗിക്കാം. അത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തക്കാളി ചെറുതായി കൊത്തി അരിഞ്ഞത്, 1 സ്പൂൺ പുളിവെള്ളം ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വേവിക്കുക. ഈ മസാല നന്നായി മൂത്ത് നല്ല ഒരു കളറിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചോൾ ഇതിലേക്ക് ചേർക്കണം. ബ്രിഞ്ചോൾ ഈ മസാലയിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. നമ്മുടെ ബ്രിഞ്ചോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ബ്രിഞ്ചോളിനൊപ്പം മസാലയും കൂടി കിട്ടുന്ന തരത്തിൽ സെർവ് ചെയ്യണം. ഇത് പൊതുവെ വെജിറ്റേറിയൻസിന് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. നല്ല സ്പൈസിയാണ്. ഈ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.